Prime Minister Narendra Modi speaking. विरासत का सम्मान है. സുഹൃത്തുക്കളെ, കേരള ഇനി മുതൽ കേരളമായാണ് അറിയപ്പെടേണ്ടത്, മുന്നേറേണ്ടത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ശബ്ദമാണ്. ഈ മഹത്തായ സംസ്ഥാനത്തെ രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ ഇനി കേരളം എന്ന് വിളിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ ഐതിഹാസികമായ തീരുമാനം കൈക്കൊണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരാണ് എന്നുള്ളതിലും എനിക്ക് അഭിമാനമുണ്ട്. ഇത് നിങ്ങളുടെ വികാരങ്ങൾക്കുള്ള അംഗീകാരമാണ്, മലയാളത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിനുള്ള അംഗീകാരമാണ്. एनडीए सहोदरगढ़े 21वीं सदी का ये समय केरलम के लिए बहुत अहम समय है. एक ऐसा समय है जब केरलम को नया भविष्य चाहिए, नई शुरुआत चाहिए. मुझे खुशी है कि केरलम की जनता ने अब LDF और UDF के कुचक्र से बाहर निकलने का मन बना लिया है. यहां इस विशाल जनसभा में भी यही आत्मविश्वास साफ साफ दिख रहा है. त्रिशूर की जनता ने, तिरुवनंतपुरम की जनता ने, केरलम की अनेक पंचायतों ने, वहां की जनता ने बीजेपी NDA पर जो विश्वास दिखाया है, वही अब संपूर्ण केरलम करने जा रहा है. പ്രിയപ്പെട്ടവരെ, 21ാം നൂറ്റാണ്ടിന്റെ ഈ സമയമെന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. കേരളത്തിന് പുതിയ ഒരു ഭാവി ഉണ്ടാകേണ്ട സമയമാണ് ഇത്. കേരളത്തിന് ഒരു പുതിയ തുടക്കം ആവശ്യമായ സമയമാണ് ഇത്. കേരളത്തിലെ ജനത ഇടത് വലത് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു വരാൻ മാനസികമായി തയ്യാറെടുത്തിരിക്കുന്ന സമയമാണ് ഇത് എന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ഈ വൻജനാവലിയുടെ മുഖത്തും ആ ആത്മവിശ്വാസം വ്യക്തമായി കാണാനാകുന്നുണ്ട്. തൃശൂരിലെ ജനത, തിരുവനന്തപുരത്തെ ജനങ്ങൾ, കേരളത്തിലെ നിരവധി പഞ്ചായത്തുകളിലെ ജനങ്ങൾ, ഇവരൊക്കെ BJPയിലും NDAയിലും അർപ്പിച്ച വിശ്വാസം മുഴുവൻ കേരളവും അതേപോലെ തന്നെ NDAയിൽ വിശ്വാസം അർപ്പിക്കാൻ പോവുകയാണ്. NDA सहोदरगढ़े केरलम के पास नेचर है, कल्चर है, टैलेंट है, टेक्नोलॉजी है और विशाल सागर का आशीर्वाद भी है. इतना सारा सामर्थ्य होने के बावजूद केरलम का विकास उस गति से नहीं हुआ जैसा होना चाहिए था. कभी LDF सरकार, कभी UDF सरकार के पैटर्न ने केरलम का बहुत नुकसान किया है. इन दोनों ग्रुपों को लगता है कि 5-10 साल बाद उनकी ही बारी आएगी, इसलिए वो केरलम के विकास के लिए मेहनत नहीं करते. यही पैटर्न केरलम में करप्शन का कारण है. इसलिए यहां डेवलपमेंट के प्रोजेक्ट रोके जाते हैं. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിന് മനോഹരമായ ഒരു ഭൂപ്രദേശമുണ്ട്, കാലാവസ്ഥയുണ്ട്, മഹത്തായ സംസ്കാരമുണ്ട്, കഴിവുള്ള ജനതയുണ്ട്, സാങ്കേതിക വിദ്യയിൽ നമ്മൾ അഗ്രഗണ്യരാണ്. നമുക്ക് വിശാലമായ കടൽ തീരം കൊണ്ട് അനുഗ്രഹീതരായ ജനതയാണ് നമ്മൾ. പക്ഷേ ഇത്രയേറെ പ്രത്യേകതകളും കഴിവുകളും ഉണ്ടായിട്ടും കേരളം അർഹിക്കുന്ന തരത്തിലുള്ള വികസനം മാത്രം, കേരളത്തിന് ഉണ്ടാകേണ്ട വികസനം മാത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിന് കാരണം കേരളം മാറി മാറി ഭരിച്ച രണ്ട് മുന്നണികളുമാണ്. മാറി മാറി ഭരിച്ച ഇടത് വലത് സർക്കാരുകളുടെ നയം മൂലം കേരളത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്.
5-10 വർഷം കഴിയുമ്പോൾ ഞങ്ങളുടെ അവസരം വരുമെന്നാണ് രണ്ടു മുന്നണികളും ഒരുപോലെ കരുതുന്നത്. അതുകൊണ്ടാണ് അവർ കേരളത്തിന്റെ വികസനത്തിനായി പ്രയത്നിക്കാൻ തയ്യാറാകാത്തത്. ഈ പാറ്റേൺ കേരളത്തിന്റെ അഴിമതിക്കു കാരണമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ വികസന പദ്ധതികൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. एनडीए छत्तीसगढ़ केरलम के तेज विकास के लिए इस पैटर्न को तोड़ना जरूरी है. इसलिए इस बार आप यहां बीजेपी एनडीए सरकार बनाइए. आपने कांग्रेस और लेप को 70 साल से अधिक दिए हैं. अब बीजेपी एनडीए को अगले 5 साल सेवा करने का मौका दीजिए. आपको विकसित केरलम की शानदार झलक दिखने मिलेगी. आपके पास मोदी की गारंटी है. जो अब तक नहीं बदला अब बदलेगा. अब केरलम आगे बढ़ेगा. मारा तजमारुम इनी केरलम वलारुम. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ അതിവേഗ വികസനത്തിന് ഈ രണ്ട് മുന്നണികളും മാറി മാറി അധികാരത്തിൽ വരുന്ന രീതി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഇത്തവണ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻഡിഎ സർക്കാരിനെ അധികാരത്തിലേറ്റണം. ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും നിങ്ങൾ 70 വർഷത്തിലധികം സമയം നൽകി. അടുത്ത 5 വർഷം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അവസരം നൽകിയാൽ വികസിത കേരളം എന്ന അത്ഭുതകരമായ മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. ഇതുവരെ മാറാത്തത് മാറ്റിയതിന് മോദിയുടെ ഗ്യാരണ്ടി നിങ്ങളുടെ മുൻപാകെയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനി കേരളവും മാറും, മാറാത്തതും മാറും, ഇനി കേരളവും വളരും. अंडे सुरदगढ़े आज मैं विकसित केरलम के लिए बीजेपी एनडीए के रोड मैप को आपसे साझा करने आया. बीजेपी एनडीए का विजन है वेलनेस और टूरिज्म के लिए केरलम फर्स्ट चॉइस हो. वेडिंग डेस्टिनेशन के लिए केरलम फर्स्ट चॉइस हो. कॉन्फ्रेंस के लिए लोग केरलम आए. कंसर्ट के लिए दुनिया केरलम को चुने. इसके लिए जरूरी है केरलम का इंफ्रास्ट्रक्चर आधुनिक हो. केंद्र सरकार जो प्रोजेक्ट दे रही है वो बिना रुकावट पूरे हो. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപാകെ എത്തിയിരിക്കുന്നത് വികസിത കേരളത്തിനായുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻഡിഎയുടെ രൂപരേഖ, നയരേഖ നിങ്ങളുമായി പങ്കുവെക്കാനാണ്. മാനസിക ശാരീരിക സൗഖ്യത്തിനും വിനോദസഞ്ചാരത്തിനും കേരളത്തെ ഒന്നാമതെത്തിക്കുക എന്നതാണ് എൻഡിഎയുടെ ലക്ഷ്യം. വിവാഹ പാർട്ടികളുടെ ഒന്നാമത്തെ ലക്ഷ്യകേന്ദ്രമായി കേരളം മാറണം. വലിയ വലിയ സമ്മേളനങ്ങൾക്കായി ലോകം കേരളത്തിലെത്തുക എന്നതാണ് എൻഡിഎയുടെ ലക്ഷ്യം. വലിയ വലിയ സാംസ്കാരിക സംഗീത പരിപാടികൾക്കായി ലോകം കേരളത്തെ തിരഞ്ഞെടുക്കണം. ഇതാണ് എൻഡിഎയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യങ്ങളൊക്കെ സാധ്യമാകണമെങ്കിൽ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖല ആധുനികവൽക്കരിക്കപ്പെടണം, മെച്ചപ്പെടണം. ഇതിനായി കേന്ദ്രം നൽകിയ പദ്ധതികൾ തടസ്സമില്ലാതെ നടപ്പാക്കാനും പൂർത്തിയാക്കാനും കഴിയണം. साथियों, विकसित केरलम के लिए सबसे बड़ी जरूरत टूरिज्म, टैलेंट और टेक्नोलॉजी को नए अवसर देने की. लेकिन 21st सेंचुरी के पहले 25 साल में एलडीएफ और यूडीएफ ने केरलम को युवा शक्ति से वंचित कर दिया है और कांग्रेस को तो
केरलम के युवाओं पर, देश के युवाओं के सामर्थ्य पर भरोसा ही नहीं है। केरलम के लोगों ने तो देखा है कि कांग्रेस के युवराज को ये भी नहीं पता कि भारत के युवा आज ड्रोन मैन्युफैक्चरिंग में कितनी कमाल कर रहे हैं। कांग्रेस के नेता को ये भी नहीं पता कि भारत में आज अनेक कंपनियां ड्रोन बना रही हैं। उनको ये भी नहीं पता कि केरलम के ही युवा स्टार्टअप ड्रोन बना रहे हैं, जो सिर्फ अपने छोटे से दायरे में ही सिमटा हो। उसको देश का विकास नहीं दिखाई देगा, उसे केरलम के युवाओं का सामर्थ्य समझ ही नहीं आएगा। പ്രിയപ്പെട്ടവരെ, വികസിത കേരളം സാധ്യമാകണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് വിനോദസഞ്ചാര മേഖലയിൽ യുവാക്കളുടെ കഴിവ്, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലൊക്കെ പുതിയ അവസരങ്ങൾ ഉണ്ടാവുക എന്നതാണ്. എന്നാൽ ഈ നൂറ്റാണ്ടിന്റെ നൂറ്റാണ്ടുകൾ 25 വർഷം ഇടതു വലതു മുന്നണികൾ കേരളത്തിലെ യുവാക്കളെ വഞ്ചിക്കുകയായിരുന്നു. കോൺഗ്രസിനാകട്ടെ കേരളത്തിലെ എന്ന് മാത്രമല്ല രാജ്യത്തെ യുവാക്കളുടെ കഴിവിൽ വിശ്വാസം പോലും ഇല്ലാതായി മാറിയിരിക്കുന്നു. ഭാരതത്തിലെ യുവാക്കൾക്ക് ഡ്രോൺ നിർമ്മാണത്തിൽ എത്രമാത്രം വൈദഗ്ധ്യമുണ്ടെന്ന കാര്യം പോലും കോൺഗ്രസിന്റെ യുവരാജാവിന് അറിയില്ല എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഡ്രോൺ നിർമ്മിക്കുന്ന കാര്യത്തിൽ നിരവധി കമ്പനികൾ ഭാരതത്തിൽ ഉണ്ടെന്ന കാര്യം പോലും ഈ കോൺഗ്രസ് നേതാവിന് അറിയില്ല. കേരളത്തിൽ തന്നെ നിരവധി യുവാക്കൾ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഉപയോഗിച്ച് ഡ്രോൺ നിർമ്മിക്കുന്ന കാര്യവും ഇദ്ദേഹത്തിന് അറിയില്ല. ഇങ്ങനെ അവനവന്റെ കൂപമണ്ഡൂകങ്ങളായ ചിലർക്ക് ഈ രാജ്യത്തിനകത്ത് നടക്കുന്ന പരിവർത്തനം കാണാൻ സാധിക്കുന്നില്ല. അവർക്ക് കേരളത്തിലെ യുവാക്കളുടെ കഴിവിനെ മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. एनडीए सुहृदगढ़े, बीजेपी एनडीए केरलम के टैलेंट के साथ न्याय करके रहेगी। यहां इन्वेस्टमेंट का बेहतर माहौल बनाया जाएगा। करप्शन, रेड टेप, लैंड माफिया, हड़ताल माफिया, ऐसी हर रुकावट को बीजेपी एनडीए सरकार दूर करेगी। हम केरलम को एआई और फ्यूचर टेक्नोलॉजी का बड़ा हब बनाने के लिए मेहनत करेंगे। हम यहां स्किल डेवलपमेंट के इकोसिस्टम को नए सिरे से विकसित करेंगे। സുഹൃത്തുക്കളെ, ബിജെപി എൻഡിഎ നേതൃത്വത്തിൽ ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടായാൽ കേരളത്തിലെ യുവാക്കളായ പ്രതിഭകളായ യുവാക്കളോട് നീതി പുലർത്തുമെന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. ഇവിടെ നിക്ഷേപം വരാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കും. വികസനത്തെ തടസ്സപ്പെടുത്തുന്ന അഴിമതി, ചുവപ്പുനാട, ഭൂമാഫിയ, ഹർത്താൽ മാഫിയ എന്നിവയെല്ലാം എൻഡിഎ സർക്കാർ തുടച്ചു നീക്കും. AI അടക്കമുള്ള ഭാവി സാങ്കേതിക വിദ്യകളുടെ കേന്ദ്രമായി ഞങ്ങൾ കേരളത്തെ മാറ്റും. ഈ കേരളത്തിലെ പ്രതിഭകൾ, അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കും. एनडीए सुहृदगढ़े, फिशरमैन कम्युनिटी का विकास हमारी प्राथमिकता है। बीते 11 वर्षों में भारत फिशरीज के मामले में दुनिया का दूसरा सबसे बड़ा प्रोड्यूसर बना है। केंद्र की बीजेपी सरकार ने फिशरमैन के लिए जो नीतियां बनाई, ये उसी का परिणाम है। हमारी सरकार ने ही फिशरमैन को किसान क्रेडिट कार्ड दिया। इसे केरलम सहित देश भर के 4 लाख से अधिक फिशरमैन साथियों को सस्ता लोन मिल चुका है। बीजेपी की केंद्र सरकार ने फिशरमैन को 5 लाख रुपए तक का इंश्योरेंस कवरेज दिया है।
हम ब्लू इकोनॉमी को मजबूत बनाने के लिए कितने गंभीर है, उसका एक बड़ा उदाहरण विजिंजम इंटरनेशनल सी पोर्ट भी है। പ്രിയപ്പെട്ടവരെ, മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉയർച്ച എന്നതും ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ 11 വർഷം കൊണ്ട് ഭാരതം മത്സ്യോൽപാദനത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ രണ്ടാമത്തെ രാജ്യമായി മാറിയിരിക്കുന്നു. കേന്ദ്രത്തിലെ ബി.ജെ.പി. സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കായി നടപ്പാക്കിയ പദ്ധതികളുടെ നേട്ടമാണ് ഇത്. കേന്ദ്രത്തിലെ ബി.ജെ.പി. സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കുമുള്ള ക്രെഡിറ്റ് കാർഡ് അനുവദിച്ചിട്ടുണ്ട്. ഇതുമൂലം കേരളത്തിൽ ഉൾപ്പെടെ 4 ലക്ഷത്തിലധികം മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്കാണ് കുറഞ്ഞ നിരക്കിൽ വായ്പ കിട്ടിയത്. അതോടൊപ്പം തന്നെ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി. സർക്കാർ നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സമുദ്രമേഖലയെ ഉപയോഗിച്ചുകൊണ്ടുള്ള സാമ്പത്തിക രംഗം, അതായത് ബ്ലൂ ഇക്കോണമി ശക്തിപ്പെടുത്തുന്നതിനായുള്ള കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രയത്നത്തിന്റെ ഫലമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം തുറമുഖം. एनडे सौरगढ़े, मैं एक और विषय पर आज आपसे चर्चा करना चाहता हूं। गल्फ में, वेस्ट एशिया में जो कुछ हो रहा है, उससे आप सभी का चिंतित होना बहुत स्वाभाविक है। हमारे लाखों भाई बहन वहां काम करते, लेकिन साथियों, आपको याद रखना है, आज देश में बीजेपी एनडीए की सरकार है। जब भी हमारा कोई देशवासी संकट में पड़ा, हमने उसे सुरक्षित बचाने के लिए पूरी ताकत लगा दी। इराक में फंसी नर्सों को बचाने की बात हो या यमन के आतंकवादियों के चंगुल से फादर टॉम को आजाद कराने का काम, आज का भारत अपने नागरिकों को संकट में अकेला नहीं छोड़ता। फादर एलेक्सिस प्रेम कुमार को भी हम अफगानिस्तान से सुरक्षित वापस लाए। आज भी हमारा प्रयास है कि युद्ध के हालत में फंसे भारतीयों को सुरक्षा मिले, हर संभव सुविधा मिले। പ്രിയപ്പെട്ടവരെ, മറ്റൊരു വിഷയം കൂടി നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ്. അത് നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധസമാനമായ സാഹചര്യത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം നമ്മുടെ ലക്ഷക്കണക്കിന് സഹോദരീ സഹോദരന്മാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇന്ന് രാജ്യം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യമാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു പൗരൻ ഒരു കുഴപ്പത്തിൽ അകപ്പെട്ടാൽ, അവർക്ക് ഏതെങ്കിലും ദുരിതകാലം ഉണ്ടായാൽ അവരെ സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ പൂർണ്ണമായ ശക്തിയും നാം ഉപയോഗിക്കുന്നുണ്ട്. അത് ഇറാഖിൽ അകപ്പെട്ട നേഴ്സുമാരെ രക്ഷിക്കുന്ന കാര്യത്തിലായാലും, യമനിൽ തീവ്രവാദിയുടെ പിടിയിൽ നിന്ന് ഫാദർ ടോം ഉഴുന്നാലിനെ മോചിപ്പിക്കുന്ന കാര്യത്തിലായാലും, ഭാരതത്തിന്റെ ഒരു പൗരനെയും അവരുടെ കഷ്ടകാലത്ത് ഉപേക്ഷിക്കുന്ന ഭാരതമല്ല എന്നുള്ളത്. താലിബാൻ ഭീകരരുടെ തടവിലായിരുന്ന ഫാദർ അലക്സിസ് പ്രേംകുമാറിനെ നാം സുരക്ഷിതമായി തിരികെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാം പ്രയത്നിക്കുന്നത് ഈ യുദ്ധകാലത്ത് പശ്ചിമേഷ്യയിൽ ദുരിതമനുഭവിക്കുന്ന ഭാരതീയർക്ക് സാധ്യമായ എല്ലാ സുരക്ഷയും നൽകുക എന്നതാണ് ഇപ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. मुझे संतोष है कि गल्फ के हमारे सभी मित्र देशों की सरकारें भी हमारे देश के नागरिकों का पूरा ध्यान रख रही है। मैं उन सभी सरकारों का भी आभारी हूं। वहां हर देश पे जो हमारी एम्बेसीज है, हमारे मिशन है, वे 24/7 उनकी मदद कर रहे हैं। किसी को भी खाना पीना चाहिए,
मेडिकल हेल्प चाहिए, रहने के लिए हेल्प चाहिए, कानूनी सहायता चाहिए, ये सब सुनिश्चित किया जा रहा है। लेकिन साथियों, ये बहुत बड़ा दुर्भाग्य है कि कांग्रेस पार्टी इतने बड़े वैश्विक संकट में भी राजनीति ढूंढ रही है। कांग्रेस पार्टी जानबूझकर उकसाने वाले बयान दे रही है, गैर जिम्मेवार बयान दे रही है, ताकि स्थितियां बिगड़ जाएं, हमारे लोग वहां संकट में फंस जाएं और फिर ये लोग मिलकर मोदी को गालियां देने का, रील बनाने का अभियान शुरू कर सके। यही उनका खेल है। പ്രിയപ്പെട്ടവരെ, ഇന്ത്യക്കാരുടെ പശ്ചിമേഷ്യയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഗൾഫിലെ നമ്മളുടെ സുഹൃത്ത് രാജ്യങ്ങളും അതീവ ശ്രദ്ധ പുലർത്തുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവരോടെല്ലാം നമുക്ക് കടപ്പാടുമുണ്ട്. ഇന്ന് എല്ലാ രാജ്യങ്ങളിലും നമുക്ക് നയതന്ത്ര ഓഫീസുകളും എംബസികളുമുണ്ട്. അവർ 24 മണിക്കൂറും ഇന്ത്യക്കാരുടെ സഹായത്തിനായി പ്രവർത്തിക്കുന്നുമുണ്ട്. അവിടെയുള്ള ആർക്കെങ്കിലും ഭക്ഷണമോ കുടിവെള്ളമോ വൈദ്യസഹായമോ താമസ സൗകര്യമോ എന്തിന് നിയമസഹായമോ വേണമെങ്കിൽ പോലും അത് ഉറപ്പായും കിട്ടും. അതിനുള്ള വ്യവസ്ഥ നാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്നുള്ളത്, ഈ വിഷമസന്ധിയിലും കോൺഗ്രസ് ഇതിൽ രാഷ്ട്രീയം തിരയുകയാണ്, രാഷ്ട്രീയം കളിക്കുകയാണ് എന്നത് വലിയ ദൗർഭാഗ്യമാണ്. അവർ മനഃപൂർവ്വമായി പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുകയാണ്. സ്ഥിതിഗതികൾ വഷളാകട്ടെ എന്നാണ് അവരുടെ ആഗ്രഹം. നമ്മുടെ സഹോദരങ്ങൾ പ്രയാസത്തിലകപ്പെട്ടാലും അവർക്ക് ദുരിതമുണ്ടായാലും നരേന്ദ്രമോദിയെ വിമർശിക്കാനുള്ള അവസരം കിട്ടുമോ, മോദിയെ വിമർശിച്ച് റീൽസ് ചെയ്യാനുള്ള അവസരമുണ്ടാകുമോ എന്നാണ് നോക്കുന്നത്. അതാണ് രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം. एनडीए सौहृदगढ़ गल्फ में चल रहे युद्ध में हमें आत्मनिर्भरता का महत्व भी फिर से समझाया है। एनर्जी हो या फिर अन्य सेक्टर, भारत हर क्षेत्र में आत्मनिर्भर बनने का प्रयास कर रहा है। आत्मनिर्भर ये हमने कोरोना के दौर में देखा है, यूक्रेन संकट के दौरान देखा है, और वर्तमान संकट ने एक बार फिर इसे सिद्ध किया है कि आत्मनिर्भर होना कितना जरूरी है। പ്രിയപ്പെട്ടവരെ, പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം നമ്മുടെ സ്വയം പര്യാപ്തതയുടെ മഹത്വം ഒരിക്കൽ കൂടി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഊർജ മേഖലയാകട്ടെ മറ്റ് ഏത് മേഖലകളുമാകട്ടെ, ഭാരതം സ്വയം പര്യാപ്തരാകാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വയം പര്യാപ്തരാവുക എന്നത് എത്രമാത്രം ആവശ്യമാണ് എന്നുള്ളത് നാം ആദ്യം മനസ്സിലാക്കിയത് കൊറോണയുടെ കാലഘട്ടത്തിലാണ്. ഉക്രൈൻ റഷ്യ യുദ്ധകാലത്തും നാം അത് കണ്ടുകഴിഞ്ഞു. ഇപ്പോൾ നടക്കുന്ന പ്രതിസന്ധിയിലും നാം സ്വയം പര്യാപ്തർ ആകേണ്ടതിന്റെ आवश्यकता हमें बोध्यപ്പെടുത്തുകയാണ്. एनडीए सौहृदगढ़ एनर्जी सेक्टर में हमारी निर्भरता दूसरे देशों पर कम से कम हो, इसके लिए बीते सालों से लगातार कदम उठाए गए। भारत ने अपनी सोलर पावर कैपेसिटी बढ़ाई है। अभी कुछ देर पहले केरलम में भी एक सोलर प्रोजेक्ट का काम शुरू किया गया है। पेट्रोल डीजल पर निर्भरता कम हो, इसके लिए बहुत बड़े पैमाने पर इलेक्ट्रिक बसों और अन्य इलेक्ट्रिक गाड़ियों पर बल दिया जा रहा है। रेलवे का 100% इलेक्ट्रिफिकेशन किया जा रहा है। പ്രിയപ്പെട്ടവരെ, ഊർജ മേഖലയിൽ
നാം മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് തുലോം കുറവാണ്. ഇതിനായി കേന്ദ്ര സർക്കാർ നിരന്തരമായ നടപടികൾ കഴിഞ്ഞ കുറെ കാലമായി സ്വീകരിച്ചതിന്റെ ഫലമാണ് ഇത്. നാം നമ്മുടെ സൗരോർജ ശേഷി ഇന്ന് പല മടങ്ങ് കൂട്ടിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് കേരളത്തിലും ഒരു സൗരോർജ പദ്ധതിയുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. എന്നാൽ പെട്രോൾ ഡീസൽ മേഖലയിൽ നമ്മുടെ സ്വയം പര്യാപ്തത അല്പം കുറവാണെങ്കിലും നാം ഇന്ന് ഇലക്ട്രിക് ബസ്സുകളും മറ്റു വാഹനങ്ങളും വലിയ തോതിൽ നിരത്തിലിറക്കി അതിനെ മറികടക്കുകയാണ്. നാം ഇലക്ട്രിക് ബസ്സുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇന്ന് രാജ്യത്തെ 100% റെയിൽവേ ലൈനുകളും വൈദ്യുതീകരിക്കപ്പെട്ടിട്ടുണ്ട്. एनडीए सुरतगढ़े एक तरफ बीजेपी एनडीए देश को आत्मनिर्भर बनाने के लिए अनेकविध काम कर रही है, वहीं दूसरी तरफ कांग्रेस और लेफ्ट के लोग आत्मनिर्भर भारत अभियान का मजाक उड़ाने में ही जुटे रहते हैं। कांग्रेस और लेफ्ट ने मिलकर सरकारें चलाई है। इन्होंने देश को विदेशों पर ज्यादा से ज्यादा निर्भर ही बनाया है। और आज देखिए, ये लोग मिलकर अफवाहें फैलाने में जुटे हैं। आज युद्ध के समय, इस समय में भी कांग्रेस लेफ्ट और उसका इकोसिस्टम देश में पैनिक क्रिएट करने में, भय पैदा करने में पूरी ताकत खपा रहे हैं। मैं देशवासियों को कहूंगा, कांग्रेस लेफ्ट और इनके इकोसिस्टम द्वारा फैलाई जा रही अफवाहों से सतर्क रहे, सावधान रहे। പ്രിയപ്പെട്ടവരെ, ഒരു വശത്ത് നമ്മുടെ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം എൻഡിഎ കഠിനമായി പരിശ്രമിക്കുമ്പോൾ, അതിനായി നിരവധി നടപടികൾ കൈക്കൊള്ളുമ്പോൾ, മറുവശത്ത് കോൺഗ്രസും ഇടതുപക്ഷവും ആത്മനിർഭർ ശ്രമങ്ങളെ ഇന്ന് പരിഹസിക്കുകയാണ്. കോൺഗ്രസും ഇടതുപക്ഷവും ചേർന്ന് നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുണ്ട്. അന്ന് കൂടുതലായി വിദേശങ്ങളെ ആശ്രയിക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് അന്ന് അവർ നടപ്പാക്കിയത്. എന്നിട്ട് ഇപ്പോൾ അവർ നമുക്കെതിരെ അപവാദ പ്രചരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. യുദ്ധത്തിന്റെ ഈ സമയത്ത് പോലും രാജ്യത്ത് ആശങ്ക പടർത്താനാണ് കോൺഗ്രസ് ഇടത് സംവിധാനങ്ങൾ, അവരുടെ ബുദ്ധി കേന്ദ്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നു, കോൺഗ്രസും ഇടതു പാർട്ടികളും അവരുടെ ബുദ്ധി കേന്ദ്രങ്ങളും പ്രചരിപ്പിക്കുന്ന അപവാദങ്ങളിൽ നിന്ന് നാം അകലം പാലിക്കണം, ജാഗ്രത പാലിക്കണം. एनडीए सौहृदगढ़े एलडीएफ हो या फिर यूडीएफ, दोनों के नाम अलग है, लेकिन कारनामे एक जैसे ही है। एलडीएफ यूडीएफ करप्शन में पार्टनर है, क्राइम में पार्टनर है, कम्युनलिज्म फैलाने में पार्टनर है, डेवलपमेंट रोकने में पार्टनर है। ये इंडस्ट्री को बर्बाद करने में भी पार्टनर है। പ്രിയപ്പെട്ടവരെ, കേരളത്തില് ഇടതു മുന്നണിയായാലും വലതു മുന്നണിയായാലും അവരുടെ പേരുകൾ കൊണ്ട് അവർ വ്യത്യസ്തരായിരിക്കാം, പക്ഷേ അവരുടെ ചെയ്തികൾ ഒന്നു തന്നെയാണ്. കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ അഴിമതിയിൽ പങ്കാളികളാണ്, കുറ്റകൃത്യങ്ങളിൽ അവർ പങ്കാളികളാണ്, വർഗീയത പരത്തുന്നതിൽ അവർ കൂട്ടാളികളാണ്, വികസനം തടയുന്ന കാര്യത്തിൽ അവർ പങ്കാളികളാണ്, വ്യവസായം തകർക്കുന്നതിലും ഈ രണ്ട് കൂട്ടരും പങ്കാളികളാണ്. एनडीए सूरतगढ़े यहां जब यूडीएफ की सरकार थी तो सोलर स्कैम की चर्चा होती थी। आज एलडीएफ सत्ता में है तो सीएमआरएल स्कैम छाया हुआ है। सबरीमाला मंदिर की लूट में भी इनकी पार्टनरशिप देखिए। एलडीएफ के लोगों पर गोल्ड की लूट के आरोप है,
तो यूडीएफ के लोगों पर लूटे हुए गोल्ड को बेचने के आरोप लग रहे हैं। പ്രിയപ്പെട്ടവരെ, കേരളത്തില് UDF ഭരണത്തിലിരുന്നപ്പോൾ, അവർ അധികാരത്തിലിരുന്നപ്പോൾ സോളാർ അഴിമതിയായിരുന്നു ചർച്ചയെങ്കിൽ ഇന്ന് ഇടതുഭരണം CMRL അഴിമതിയുടെ നിഴലിലാണ്. ഇന്ന് CMRL അഴിമതിയാണ് കേരളത്തിൽ ചർച്ച. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ രണ്ടു കൂട്ടരും പങ്കാളികളാണ്. ഇടതു നേതാക്കൾ ആരോപണ വിധേയരായത് സ്വർണ്ണക്കൊള്ളയിലാണ് എങ്കിൽ, ശബരിമലയിൽ നിന്നും സ്വർണം കടത്തിയതിന്റെ പേരിലാണ് എങ്കിൽ, മോഷ്ടിച്ച സ്വർണം വിൽക്കുന്ന കാര്യത്തിൽ, അത് കടത്തിക്കൊണ്ടുപോകുന്ന കാര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപണ വിധേയരായിരിക്കുന്നത്. एनडीए छत्तीसगढ़, यहां एक तरफ यूडीएफ है जिसका नेतृत्व वो कांग्रेस कर रही है जो अब एमएमसी यानी मुस्लिम लीगी माओवादी कांग्रेस बन चुकी है। कांग्रेस केरलम में चुनाव जीतने के लिए जमात और इसके जैसे अन्य संगठनों पे उसके भरोसे वो कुछ करना चाहती हैं। ऐसी पार्टियां जो अपने कट्टरपंथी एजेंडे से केरलम की शांति को भंग करना चाहते हैं, कांग्रेस, एमएमसी कांग्रेस उनको सपोर्ट करती है। दूसरी तरफ एलडीएफ का तो पीडीपी जैसा कट्टरपंथी पार्टी के साथ पुराना नाता है। ये वही पीडीपी है जिसके नेता यहां यूथ में एक्सट्रीमिज्म फैलाने में आगे रहते हैं। इसलिए आपको यूडीएफ और एलडीएफ दोनों से सावधान रहना है। പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തില് UDF നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയാണ്. ആ പാർട്ടി ഇന്ന് MMC ആയി മാറിയിരിക്കുന്നു. അതായത് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് ആയി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് മാറിയിരിക്കുകയാണ്. കേരളത്തിൽ അധികാരം പിടിക്കാൻ, തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ കോൺഗ്രസ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെയുള്ള തീവ്രവാദ സംഘടനകളെയും കൂട്ടുപിടിക്കുകയാണ്. ഇത്തരം പാർട്ടികൾ തങ്ങളുടെ വിഘടനവാദ അജണ്ടകൾ കൊണ്ട്, വിഘടനവാദ രാഷ്ട്രീയം കൊണ്ട് കേരളത്തിന്റെ സമാധാനമില്ലാതെയാക്കാൻ നോക്കുന്നവരാണ്. ഇന്ന് അവർക്ക് MMC കോൺഗ്രസ് അവർക്ക് പിന്തുണ നൽകുകയാണ്. നേരെ മറിച്ച് അപ്പുറത്ത് ഇടതുമുന്നണിയാകട്ടെ PDP പോലെയുള്ള ഭീകര പ്രസ്ഥാനങ്ങളുമായി അവർക്ക് നേരത്തെ തന്നെ ബന്ധമുണ്ട്. നിങ്ങൾക്കറിയാം, യുവാക്കൾക്കിടയിൽ തീവ്രവാദം പടർത്തുന്നതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഇതേ PDPയുടെ നേതാവാണ്. അതുകൊണ്ട് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നു, ഈ രണ്ട് മുന്നണികളെയും അകറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. एनडीए छत्तीसगढ़, कांग्रेस और लेफ्ट की इन साजिशों के बीच बीजेपी एनडीए का लक्ष्य देश का विकास है, केरलम का विकास है। केरलम में बनने वाली बीजेपी एनडीए सरकार यहां के विकास के लिए दिन रात एक कर देगी। डबल इंजन सरकार में केरलम डबल स्पीड से आगे बढ़ेगा। आप इतनी बड़ी तादाद में आए, ये दिखा रहा है कि आने वाले चुनावों में हवा का रुख क्या होगा। मैं आप सबका बहुत बहुत आभार व्यक्त करता हूं। പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് മുന്നണികളുടെയും ഗൂഢാലോചനയ്ക്കിടയിലും ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യം വെക്കുന്നത് നാടിന്റെ വികസനമാണ്, കേരളത്തിന്റെ വികസനമാണ്. കേരളത്തിൽ ഉടൻ വരാൻ പോകുന്ന ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA സർക്കാർ കേരളത്തിന്റെ വികസനത്തിനായി രാപ്പകൽ അധ്വാനിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. കേരളത്തിൽ ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ വരുന്നതോടുകൂടി കേരളം ഇരട്ടി വേഗത്തിൽ കുതിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. ഇവിടെ ഇപ്പോൾ വലിയ സംഖ്യയിൽ ആൾക്കാർ വന്നിരിക്കുന്നു എന്നത് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിന്റെ കാറ്റ് എങ്ങോട്ടാണ് എന്നതിന്റെ തെളിവാണ്.
मेरे साथ बोलिए भारत माता की, भारत माता की, भारत माता की, वंदे 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 वंदे। മാറാത്തത് ഇനി മാറും, കേരളം വളരും എന്ന ഉജ്ജ്വലമായ മുദ്ര. All right, so that was Prime Minister Narendra Modi, who was addressing a gathering in Ernakulam in Kerala, and he in fact launched a scathing attack on the opposition as well. From there, and Prime Minister Narendra Modi said that Congress and left are creating panic in the country and people of the country should be careful. Congress is aligning with Jamaat for polls, he said, and their agenda is to destroy peace in the state of Kerala. And this is the update that we are getting for you right now. Prime Minister Narendra Modi launching a blistering attack on the left as well as the Congress party. Not just that, Prime Minister Modi also said that, in fact, the opposition is abusing Modi. At this time, opposition is making reels and that's their agenda. And Congress and left, according to the Prime Minister, are mocking the Atmanirbhar Bharat Yojana, and the opposition is spreading rumors during this crucial time, and Congress and left are creating panic in the country is what the Prime Minister said. Prime Minister also said left is involved in Sabrimala loot case. Let's go across to my colleague Arpita, who is joining us on the broadcast at this point in time. Arpita, Prime Minister Modi there launching a blistering attack, not just on the Congress, but also on the left, on the opposition, basically. You know, some important points he raised. He spoke about Sabrimala issue and now how the opposition, specifically left and Congress, in fact, their netas are busy spreading rumors. Well, yes, one assurance he gave while speaking in Kochi was that he has given assurance to the people of Kerala, in fact, nation, that NDA government is in power, so there's no need to worry about Indians who are stuck at the countries where a war is currently happening or a situation like war is there. And he also said that he knows, he understands that there are so many people from Kerala who are in Gulf countries, but he assures their safety. All the embassies across different countries, our embassies there, are working closely with people there. They're providing them assistance in every way possible. So when NDA government is in power, there is no need to worry, is the message he has given to the people. He has also made one more point that Congress is taking, in fact, spreading rumors during the situation, which is very sad. He said that at this point, when a war-like situation is there, Congress is taking advantage of that, and Congress is making it political and spreading rumors, which is not correct. Congress is looking for opportunities where they can blame the Prime Minister and later make reels about it, is what he has said. Not just that, on the other hand, when elections are just around the corner, he has said that the people of Kerala should make sure that NDA BJP government comes to power in Kerala. The double-engine government will work for the development of Kerala. When UDF was in power in Kerala, they were known for the solar scam. But now when LDF is in power, they are known for CMRL scam, Sabrimala scam and others. And also, he also made a point that Congress and LDF are partners in Sabrimala scam. And Congress, to win election in Kerala, is making alliance with Jamaat-e-Islami, is what he has said. Also, LDF, on the other hand, is making alliance with PDP, which is also the same PDP, which is known for spreading terrorism in the country. All right. Thank you very much, Arpita, for the moment, for joining us with your inputs on this story.